بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، وصل على محمد النبي كما ينبغي لنا أن نصلي عليه، وصل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. ഏറ്റവും സ്നേഹ ബഹുമാന അതിർവുകൾ നിറഞ്ഞ കറുവപ്പാടി ഉസ്താദ് അവറുകൾ നമുക്ക് നമ്മുടെ ഈ സംഗമത്തിന് നേതൃത്വം വഹിച്ച അഭിവന്യരായ തങ്ങളവരുകൾ, അല്ലാഹു തങ്ങളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, അൽഹംദുലില്ലാ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി നടന്നു. ഇൻഷാ അല്ലാഹ് ലേറ്റാക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തീർക്കാനാണ് ഇന്ന് നാം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് സാരവത്തായ ഉപദേശം നടത്തി തരേണ്ടുന്ന അഭിവന്യരായ കെ.സി. ഉസ്താദ് അവറുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് വന്നു ചേരും. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. എല്ലാ മാസത്തോടും നമ്മൾ കഴിച്ചു വരാറുള്ള ബദ്രിയ മജ്ലിസും സ്വലാത്ത് മജ്ലിസും, അതുപോലെ മഹാനായ നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിലെ നേതൃത്വമായിരുന്ന പഴശ്ശി ഉസ്താദിൻ്റെ അനുസ്മരണ കൂടിയാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു സബബായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. പഴശ്ശി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് നാം ഏറെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ രംഗത്ത് വളരെ സജീവമായിരുന്ന ഇസ്ലാമിൻ്റെ പ്രചരണ രംഗത്തൊക്കെ നിറസാന്നിധ്യമായിരുന്നു ഉസ്താദ്. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങി എന്നതിൽ നമുക്ക് വിഷമമുണ്ടെങ്കിലും നാമൊക്കെ അള്ളാഹുവിൻ്റെ ഖദർക്ക് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ഉൾക്കൊണ്ടുന്ന ഒരുപാട് പാഠങ്ങൾ ബാക്കി വച്ചിട്ടാണ് ആ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഓരോ അനുസ്മരണങ്ങളും നാം ഇവിടെ സംഗമിക്കുമ്പോൾ, എല്ലാം പരിപാടികൾ ഇപ്പോ നാം എല്ലാ ബദ്രിയ മജ്ലിസിലും ഓരോ അനുസ്മരണങ്ങൾ വെക്കാറുണ്ട്. എന്തിനാണത്? എല്ലാ ആഴ്ചയും എല്ലാ മാസങ്ങളും നാം പറയുന്നത് പോലെ, മഹാന്മാരവരുടെ കിതാബിൽ പരിചയപ്പെടുത്തിയതുപോലെ സംഗമങ്ങൾ വെക്കുന്നത്, മഹാന്മാരെ അനുസ്മരിക്കുന്നത്, അത് ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. മഹാന്മാരെ അനുസ്മരിക്കൽ അത് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാണ് കേട്ടോ. ഒന്ന് അതാണെങ്കിൽ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യവും കൂടി നമ്മൾക്കുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളെ അനുസ്മരിക്കൽ, മഹാന്മാരെ ഔലിയാക്കളെ അനുസ്മരിച്ചതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കലാണ്. ആ പഠിച്ച അത് നമ്മുടെ ജീവിതത്തിൽ, അവര് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നല്ല നല്ല കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരാനാണ് ഇങ്ങനെയുള്ള മജ്ലിസ് കൊണ്ട് ഏറ്റവും വലിയ ഫായിദ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നു. എന്താണ് പഴശ്ശി ഉസ്താദ്? നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് അനുസ്മരണങ്ങൾ വരുന്നു. ഒരുപാട് സംഘടനകൾ അവരുടെ യൂണിറ്റിൽ, അവരുടെ നാട്ടിലൊക്കെ ഉസ്താദിന്റെ അനുസ്മരണ മജ്ലിസുകൾ അവരുടെ മജ്ലിസുകളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ
ആ അനുസ്മരണകളിൽ നിന്നെല്ലാം ഉസ്താദുമാര് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരട്ടെയോ? അവിടുത്തെ പ്രഭാഷണങ്ങൾ മുഴുവനും നാം കേട്ടവരാണ്. ആ കേട്ട പ്രഭാഷണങ്ങളിൽ കൂടുതൽ പ്രഭാഷണങ്ങളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു. അതാണ് അവിടുത്തെ ഉസ്താദ് കോളേജിലേക്ക് അയക്കുമ്പോ പയസ് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്. ആ കോളേജിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞത്, ഈ കോളേജിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഒരു പണ്ഡിതനുണ്ട്, ഒരു മുത്തഅല്ലിമുണ്ട്. അവൻ ഹബീബായ തങ്ങളെ കണ്ട മുത്തഅല്ലിമാണ്. എന്തുകൊണ്ടാണത്? അവിടുത്തെ ജീവിതത്തിൽ സുന്നത്തുകൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് അവിടുത്തെ സുമലാകൾ പറയുമ്പോ, അവിടുത്തെ സഹപ്രവർത്തകർ പറയുമ്പോ, അവിടുത്തെ സംഘടനയുടെ കൂട്ടുകാർ പറയുമ്പോ നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപദാനിക്കുന്ന, അവിടുത്തെ മദ്ഹ് പറയുന്ന, അവിടുത്തെ ഇഷ്ടം വെക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത ഒരു നേതാവിന്റെ മാസമാണ്. ലോകം ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തത് അതല്ലേ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്? അതല്ലേ ഒരു കവി പാടിയത്? അതേ 23 കൊല്ലത്തെ പ്രസക്തമായ പ്രബോധനം കൊണ്ട് ലോകത്തിൽ ഒരു ചിത്രങ്ങളുമില്ലാതെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, ഒരാൾക്കൂട്ടമുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ തങ്ങളെയല്ലേ ഒരു ചിത്രങ്ങളും ഇതുപോലെ ആരും കണ്ടിട്ടില്ല. ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങൾ പ്രബോധനം നടത്തിയിട്ടില്ല. അത് ഒരാളും ഇന്നുവരെ നടത്തുന്നുമില്ല. ആ നേതാവിനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, കണ്ണു ചിമ്മി വിശ്വസിക്കുകയാണ്. അവിടുത്തെ വിശ്വാസത്തിന്റെ ഏടുകൾ നോക്കിയാൽ, അവിടുത്തെ ചരിത്രത്തിന്റെ മഹബത്തിന്റെ പാഠങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, അവിടുത്തെ പോലെ സ്നേഹം കൊടുത്ത, അതാണ് അബൂ സുഫിയാൻ പറയുന്നത്, വലിയ വലിയ രാജാക്കന്മാരുണ്ട്, വലിയ വലിയ രാജാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബൂ സുഫിയാൻ മറ്റേ പക്ഷത്തിരിക്കുന്ന സമയത്ത് വലിയ വലിയ രാജാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു രാജാവിനെയും ഒരു അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ തങ്ങളെ അങ്ങനെയല്ല സ്നേഹിക്കുന്നത്. അതിൽ വേറിട്ട സ്നേഹമാണ് കേട്ടോ. ഒരു രാജാവിനെ അനുയായികൾ സ്നേഹിക്കുന്നത് ചിലപ്പോൾ അവന്റെ സമ്പത്ത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടം കൊണ്ടായിരിക്കാം. പക്ഷേ ഈ നേതാവിന് അങ്ങനെയല്ല, ഒരു വേറിട്ട സ്നേഹമായിരുന്നു കൊടുത്തത്. നമുക്കറിയാം, ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്, ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇസ്കിന്റെ മഹബത്തിന്റെ ഏറ്റവും വലിയ ആൾക്കൂട്ടമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശിഖീങ്ങളെ നേതാവാണ് സിദ്ദീഖ് തങ്ങൾ. എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ചത്? സിദ്ദീഖ് തങ്ങളുടെ സ്നേഹം കൊടുത്ത ചരിത്രങ്ങൾ കേട്ടാൽ ആരാണ് ഇവിടെ കണ്ണീരൊഴുക്കാതിരിക്കുക? അതാണ് ബൂസീരി ഇമാം അവിടുത്തെ കവിതയിലൂടെ, ഖസീദയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പാടിത്തരുന്നത്. ത്വലലിനെ ഓർത്താൽ പിന്നെ കരയാതിരിക്കുമോ? ബൂസീരി ഇമാമിന്റെ ഒരു കാവ്യമുണ്ട്, ഇമാം ബൂസീരിയുടെ ഒരു കാവ്യമുണ്ട്. ആ ഖസീദയിൽ 11 വരിയിലും മഹാനവറുകൾ പാടുന്നത് സ്വന്തം ശരീരമാണ്. ഒരു മുഖാത്തബ്, ഒരു സംഭാഷണം നടത്തുന്നത് ഒന്ന് സ്വന്തം ശരീരത്തോടാണ്. സംഭാഷണം നടത്തുന്ന ആൾ ബൂസീരി ഇമാം തന്നെ, നടത്തുന്നത് അവിടുത്തെ ശരീരത്തോടാണ്. ചോദിക്കുന്നു, ബൂസീരി ഇമാം ചോദിക്കുന്നു, എങ്ങനെ കരച്ചിൽ വരാതിരിക്കും? ഇങ്ങനെ തുടങ്ങി ബൂസീരി ഇമാം പാടുകയാണ്. ബൂസീരി ഇമാം പാടി പാടി അവസാനം പാടുന്നു, നിനക്കെന്തുകൊണ്ടാ ബൂസീരിയെ? ബൂസീരി തന്നെ ചോദിക്കുകയാണ്. വലിയ കാവ്യസമാഹാരമാണ് ഖസീദത്തുൽ ബുർദ. ബൂസീരി ഇമാം തന്നെ ചോദിക്കുകയാണ്, ഓ ബൂസീരി, എന്തിനാ നീ കരയുന്നത്? ഒന്നുറക്കെ പറയൂ, എന്തിനാ നീ കരയുന്നത്? ജീറാനിലെ ദീസലമിലെ അയൽവാസികൾ ഓർത്തിട്ടാണോ നീ കരയുന്നത്? ദീസലം എന്ന് പറഞ്ഞാൽ
അത് മക്കത്തിന്റെയും മദീനയുടെയും ഇടയിലുള്ള ഒരു മുള്ളിന്റെ വൃക്ഷമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാടിന്റെ പേരാണ്. എന്തുകൊണ്ടാണ് അത് ജെറൂസലമിനെ പറഞ്ഞത്, മക്കയെ പറഞ്ഞില്ല, മദീനയെ പറഞ്ഞില്ല? അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, നമുക്ക് മക്കയും ഒഴിവാക്കാൻ പറ്റില്ല, മദീനയും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം തങ്ങൾ വളർന്ന നാടാണ് മക്ക. തങ്ങൾ പിന്നെ പോയി പ്രബോധനം നടത്തി 10 വർഷങ്ങൾ മദീനയിൽ ഉണ്ടായിട്ട് അവിടുത്തെ അവസാന നാൾ വരെ അവിടുത്തെ പുണ്യമാകപ്പെട്ട ശരീരം മദീനയുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ജെറൂസലം. അയൽവാസികൾ ഓർത്തിട്ടാണോ ഭൂസിരിയെ നീ കരയുന്നത്? ജെറൂസലമിലുള്ള അയൽവാസികൾ ഓർത്തിട്ടാണോ നീ കരയുന്നത്? അതേ നിന്റെ കണ്ണുനീർ, ചോരയിൽ കലർന്ന കണ്ണുനീർ ഒഴുക്കുന്നത് അതിനാണോ? അല്ലെങ്കിൽ കാതിൽ നിന്ന് വന്ന് കാറ്റടിച്ചിട്ടാണോ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വരികൾ പാടുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, തൊലൽ ചരിത്രാവശിഷ്ടങ്ങളെ ഓർത്തിട്ട് എങ്ങനെ കരയാതിരിക്കും? സിദ്ദീഖ് തങ്ങളെ ഓർത്തിട്ട് എങ്ങനെ കരയാതിരിക്കും? ഉമർ തങ്ങളെ ഓർത്തിട്ട് എങ്ങനെ കരയാതിരിക്കും? മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ വിട്ടു പോയപ്പോ, മക്കയെ വിട്ട് മദീനയിലേക്ക് പലായനം നടത്തിയപ്പോ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. അതേ, തങ്ങൾ ഓടി വന്നിട്ടുണ്ട്. പേടിച്ചോടിയതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വന്നതാണ് തങ്ങൾ. എങ്ങനെയാ വന്നു? അതേ, പ്ലാനിട്ടു. ശത്രുക്കൾ തങ്ങളെ വധിക്കാൻ വേണ്ടി പ്ലാനിട്ടപ്പോ തങ്ങളാകുന്ന റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നേതാവ് തങ്ങൾക്കൊരു ദുആ ചെയ്താൽ മതിയായിരുന്നു, അവരെ കൊലപ്പെടുത്താൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ നശിപ്പിക്കാൻ. പക്ഷെ അതൊന്നും തങ്ങൾ ചെയ്തിട്ടില്ല. തങ്ങൾ ഒന്നും ആയുധമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആളുബലങ്ങളെ വിളിച്ചിട്ടില്ല. സ്വഹാബത്തിനെ വിളിച്ചാൽ മതിയായിരുന്നു, വിളിച്ചിട്ടില്ല. എന്താ ചെയ്തത്? ഒരു ചെറിയ പൊടിമണ്ണെടുത്ത് ഊതിയിട്ട് ഒരായത്തൂതി തുടങ്ങുന്ന ആയത്തൂതിയിട്ട് ഒരു എറിയലാണ്. ഉറക്കി. ചരിത്രം പറയുന്നുണ്ട്, തങ്ങൾ അവർ ഉറക്കിയിട്ടാ പോയത്. കൊല്ലാൻ വന്ന ആളുകളെ പോയ ഒരാളുണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ അവിടെ പോയപ്പോ സ്നേഹത്തിന്റെ മഹബത്തിന്റെ ഏറ്റവും വലിയ ആളായ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. സിദ്ദീഖ് തങ്ങൾ പോകുമ്പോ സിദ്ദീഖ് തങ്ങൾ ഒരിക്കൽ എതിർ പോകുന്നു, ഒരിക്കൽ ബാക്കോട്ട് വരുന്നു. എന്താണ് ചോദിക്കുന്നു? സിദ്ദീഖ്, എനിക്ക് എന്ത് പറ്റി? ഒരിക്കൽ മുമ്പിൽ പോകുന്നുണ്ടല്ലോ, ഒരിക്കൽ ബാക്കിൽ വരുന്നുണ്ടല്ലോ. അതല്ല തങ്ങളെ, എനിക്ക് തങ്ങളെ ആക്രമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. സിദ്ദീഖ് തങ്ങളോട് തങ്ങൾ പുഞ്ചിരിച്ചിട്ട് പിന്നെ തങ്ങളെ നടക്കുകയാ. നടന്നു നീങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ജബലിലേക്ക്, ഹിറാ ഗുഹയിലേക്ക് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോ സിദ്ദീഖ് തങ്ങളോട് പെട്ടെന്ന് പറയുന്നു, അഫ്വൻ യാ റസൂലല്ലാഹ്, തങ്ങളെ ഒന്നെനിക്ക് പൊരുത്തപ്പെടണം. സിദ്ദീഖ്, എന്ത് പറ്റി? ഒന്നിരിക്കണം. തങ്ങളെ കിലോമീറ്റർ നടന്നതല്ലേ, തങ്ങൾ ഒന്നിരിക്കൂ നബിയെ. അപ്പോ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് സിദ്ദീഖ് പറയുന്നത്? അവിടെ ഞാൻ ഉറക്കി വന്ന ആളല്ലേ, ആ ഉറക്കി വന്നവർ എണീറ്റ് വന്നാലോ നമ്മളെ ആക്രമിക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹത്തിന്റെ പ്രതീകമായ സിദ്ദീഖ് തങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, നബിയെ, തങ്ങൾ വരുമ്പോ, തങ്ങൾ അവരെ ഉറക്കി വരുമ്പോ തങ്ങൾ ചെരുപ്പിടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാലിൽ രക്തം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാരോടാ പറയുന്നത്? കാലിൽ രക്തം ഒഴുകിയ തങ്ങളോട് പറയുന്നു, ഒന്നിരിക്കൂ നബിയെ, ഇരുന്നാൽ നമുക്ക് കഴിയില്ല, ഇരുന്നാൽ അവർ വരൂല എന്ന് ചോദിക്കുമ്പോ, ഇന്നീ ഉഹ്മിലുക യാ റസൂലല്ലാഹ്. സ്നേഹം അങ്ങനെയാണ്. സ്നേഹം ഹൃദയത്തിൽ തൊട്ട സ്നേഹമുണ്ടെങ്കിൽ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താണ്? ഇന്നീ ഉഹ്മിലുക യാ റസൂലല്ലാഹ്, നബിയേ, ഞാനങ്ങേ എന്റെ ചുമലിൽ തങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകട്ടെയോ? 2 വയസ്സും ഡിഫറൻസ് ഉള്ള, 2 വയസ്സ് മാത്രം വ്യത്യാസമുള്ള തങ്ങളെ കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ കിലോമീറ്റർ നടന്നു. അത് സ്ട്രൈറ്റ് റൂട്ടല്ല, നല്ല റൂട്ടല്ല, സ്റ്റെപ്പുള്ള റൂട്ടല്ല. കിലോമീറ്റർ
ഉയരത്തിലാണ് ജബലുള്ളത്. പോയവർക്കറിയാം, ഞങ്ങൾ കണ്ടിട്ടില്ല. പോയവർക്കറിയാം, ചരിത്രം പറയുന്നുണ്ട്. എങ്ങനെ പോയി? അവിടെ കല്ലുകളുമുണ്ട്, മുള്ളുകളുമുണ്ട്. തങ്ങളൊന്നും സ്റ്റോപ്പാക്കിയില്ല. പറഞ്ഞു വന്നത് അങ്ങനെ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുപോയതാണ്. ആ സ്നേഹം, ഹൃദയത്തിൽ തൊട്ട സ്നേഹത്തോടെ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുപോയ ചരിത്രം ഓർത്തിട്ട് ഉമർ തങ്ങൾ ചോദിച്ച ചോദ്യമില്ലേ? അങ്ങനെ കൊണ്ടുപോയിട്ട് കിലോമീറ്ററുകൾ അകലെയാ കൊണ്ടുപോയത്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ തന്റെ കുഞ്ഞിനെ എത്ര കിലോമീറ്റർ കൊണ്ടുപോകും? അവരുടെ കൈ കടയൂലേ? ഇത് ചെറിയ കുഞ്ഞല്ല, ഇത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പം 52 വയസ്സായിരുന്നു. ആ നേതാവിനെയാണ്, സ്നേഹം ഹൃദയത്തിലുള്ള ആ നേതാവിനെ കൊണ്ടുപോവുകയാ. തങ്ങൾ നടക്കല്ല, തങ്ങളെ കാലിൽ വല്ലാത്ത ക്ഷീണമുണ്ട് നബിയേ, നടക്കരുത്. തങ്ങളങ്ങ് വല്ലാത്ത റഹ്മത്തിന്റെ നേതാവാണ്, അതുകൊണ്ട് ഞാൻ ചുമന്നുകൊണ്ട് പോകാം നബിയെ. അങ്ങനെ ചുമന്നുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന സിദ്ദീഖിന്റെ ചരിത്രം ഓർത്താൽ എങ്ങനെ കരയാതിരിക്കും? റളിയല്ലാഹു അൻഹു അശ്ശീഖുകളുടെ നേതാവാണ്. സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് ഗുഹക്കുള്ളിൽ പോയപ്പോ ഗുഹയെല്ലാം അടക്കാൻ ആവശ്യമായ തുണി കഷ്ണങ്ങളെല്ലാം കിട്ടിയിട്ട് അവിടെ നിന്ന് ഗുഹയുടെ പാമ്പിന്റെ പൊത്തുകളെല്ലാം അയച്ചിട്ട് എല്ലാം പാമ്പിന്റെ പൊത്തുകൾക്കെല്ലാം അവിടെയുള്ള തുണി കഷ്ണങ്ങളെ കൊണ്ടെല്ലാം അതിനെ ബന്ധാക്കിയിട്ട് അവസാനം ഒരു പൊത്ത് ബാക്കിയായപ്പോ, ഒരു പാമ്പിന്റെ മാളം ബാക്കിയായപ്പോ തന്റെ കാലുകൊണ്ട് അവിടെ അമർത്തിയിട്ട് തങ്ങളുടെ ശറഫാകപ്പെട്ട കവിൾത്തടം അവിടുത്തെ ശരീരത്തിൽ വെക്കുന്നു, കാലിൽ വെക്കുന്നു. തങ്ങൾ ഉറങ്ങാൻ പറയുന്നു. തങ്ങൾ ക്ഷീണത്തിലാണ്, തങ്ങൾ ഉറങ്ങിക്കോളൂ നബിയെ. അങ്ങനെ ഉറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പാമ്പ് വന്ന് കാലിലേക്ക് കടിക്കുന്നു. വിഷമുള്ള പാമ്പ് കടിച്ചപ്പോ സിദ്ദീഖ് കാലനക്കിയിട്ടില്ല റളിയല്ലാഹു അൻഹു. അതാണ് സ്നേഹം. കൽബ് പറിച്ചു കൊടുത്ത നേതാക്കൾ, കൽബ് പറിച്ചു കൊടുത്ത സ്വഹാബത്ത്. തങ്ങൾ കരഞ്ഞപ്പോ, തങ്ങൾ വഫാത്തായ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിടമറഞ്ഞ സമയത്ത് വല്ലാത്ത കരഞ്ഞുപോയി സിദ്ദീഖ് തങ്ങൾ. കരയുന്നു. സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സിദ്ദീഖെ കരയുന്നത്? ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, എന്തേ സിദ്ദീഖെ കരയുന്നത്? നീ ഇത്ര വലിയ ഒരു ധൈര്യശാലിയായി, കരുത്തുറ്റ ആളായി, തങ്ങളെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന, തങ്ങളെല്ലാ നിർദ്ദേശങ്ങളും തന്ന സിദ്ദീഖെ എന്തിനാ കരയുന്നത്? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കൊരമലും തങ്ങളോടൊപ്പം വെക്കാനില്ല. തങ്ങൾ മരിച്ചതുപോലെ ഞാനും അവിടത്തേക്ക് പോകണം. കൊണ്ടുപോകുമ്പോൾ അയൽവാസിയായ എന്നെ കെടുത്തുമ്പോൾ എനിക്കൊന്നും അവിടത്തേക്ക് സമർപ്പിക്കാനില്ല എന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധേയമാണത്. ചരിത്രത്തിന്റെ കിതാബുകളിൽ, ഹദീസുകളിൽ ഓർമ്മപ്പെടുത്തി മഹാന്മാർ പറയുന്നുണ്ട്, ഓ സിദ്ദീഖേ, അന്ധകാർ സൗറിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഇഷ്കിന്റെ മഹബത്തിന്റെ കൊണ്ട് സിദ്ദീഖ് തങ്ങൾക്കും ക്ഷീണമുണ്ടായിരുന്നില്ലേ? എത്ര ദൂരം നടന്നിട്ടുണ്ട്? 2 ആളും നടന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ കാറിൽ വന്നിട്ട് പിന്നെ കൊണ്ടുപോവുകയല്ല. സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 2 ആളും നടന്നുകൊണ്ട് തന്നെയാ വന്നത്. പിന്നെ സിദ്ദീഖ് തങ്ങൾക്ക് ക്ഷീണമുണ്ട്. കാലിന് ക്ഷീണമുണ്ടായാലും എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇഷ്കിന്റെ മഹബത്ത് കൊണ്ട് അതേ കാലിലേക്ക് പാമ്പ് കടിച്ചപ്പോഴും ഒന്നും മിണ്ടാതെ ഒരു കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിയിട്ട് തങ്ങളുടെ കവിളിലേക്ക് വീണപ്പോ ഉറക്ക കെട്ടപ്പോൾ അവിടെ നിന്ന് സിദ്ദീഖ് തങ്ങൾ, എന്തേ സിദ്ദീഖേ, മാതാ യുബ്കീക യാ സിദ്ദീഖ് യാ അബൂബക്കർ, എന്താണ് നീ കരയാനുള്ള കാരണം? അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് പുറത്തു തരണം നബിയേ, തങ്ങളെ ഉറക്കിന് ശല്യമായോ? കാലിലേക്ക് പാമ്പ് കടിച്ച് വിഷം കേറി തലച്ചോറിൽ വിഷമെത്തിയപ്പോ അറിയാതെ കണ്ണിൽ നിന്ന് അതേ വേദനയുടെ കാഠിന്യം കൊണ്ട് അറിയാതെ കണ്ണിൽ നിന്ന് ചുടുകണ്ണുനീര് തങ്ങളുടെ കവിൾത്തടത്തിലേക്ക് വീണപ്പോ പറഞ്ഞ വാക്ക്, നബിയെ കാല് കടിച്ച് തങ്ങളെ കിടത്തിയത് കൊണ്ട് എന്റെ കാലിലേക്ക് പാമ്പ് കടിച്ചു എന്നല്ല പറഞ്ഞത്. നബിയെ എനിക്കൊന്ന് പൊറുത്തു തരണം, അങ്ങയുടെ ഉറക്കിന്റെ ശല്യമായോ, അങ്ങയുടെ ക്ഷീണം മാറ്റാനുള്ള റെസ്റ്റിന് വല്ല ബുദ്ധിമുട്ടുമായോ, ആ ഒരു നിമിഷം എനിക്ക് തരുമോ എന്നാണ് സിദ്ദീഖ് തങ്ങളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ആരാണ് ഉമർ ഇബ്നു ഖത്താബ്? ചെറിയ ആളാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങൾ ആകാശലോകത്ത് നിങ്ങൾ ഭൂമിയിലുള്ള നല്ല നല്ല ആളുകളെ ചർച്ചയാക്കുന്നുണ്ടല്ലോ, അഖ്ബിർനി അൻ ഉമർ റളിയല്ലാഹു അൻഹു, എനിക്ക് ഉമറിനെ കുറിച്ച് പറഞ്ഞു തരണം, അവിടുത്തെ നല്ല കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, അവിടുത്തെ എന്താണ് പവർ എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എത്ര കാലം ജീവിച്ചിട്ടുണ്ടോ അത്ര കാലം പറഞ്ഞാലും തീരില്ല എന്നാണ് മറുപടി. ജിബ്രീൽ അലൈഹിസ്സലാമിന് മറുപടി അപ്പൊ തന്നെ അഡീഷണലായി ചോദിക്കാതെ പറയുന്നുണ്ട്, തങ്ങൾ ഒരു സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ചോദിക്കുകയായിരുന്നെങ്കിൽ ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖിന്റെ ഒരംശം മാത്രം പവറാണ്, 100-ൽ ഒരംശം പവറാണ് ഉമറിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പവറുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്നത് ഇസ്കിന്റെ മഹബ്ബത്ത് കൊണ്ട്, ഇസ്ക് കൊണ്ട് തങ്ങൾക്ക് കൽബ് പറിച്ചു കൊടുത്ത ആളുകൾ, അവരുടെ ജീവനെല്ലാം തങ്ങളായിരുന്നു. നമ്മളും അങ്ങനെയല്ലെങ്കിലും അതുപോലെ ആകണം. അതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നെ മഹബ്ബത്ത് വെച്ചാൽ അത് വെറുതെയാവില്ല, എന്നെ മഹബ്ബത്ത് വെച്ചാൽ അത് വെറുതെയാവില്ല. അത് അള്ളാഹിനെ ഇഷ്ടം വെച്ചതുപോലെയാണ്. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഹബീബാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വല്ലാതെ സ്നേഹിച്ചു പോയിട്ടുണ്ട്, ഖൽബ് പറിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടത്തേക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ ഒരുപാട് തങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, വാപ്പമാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അതിൽ കൂടുതലും അധ്യാപനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞൊരു അധ്യാപനമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ജനങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹുവിന്റെ മലക്കുകളും എല്ലാം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, തങ്ങളുടെ മേൽ പുകഴ്ത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈമാൻ കിട്ടിയ, തങ്ങളെ കൊണ്ട് ഈമാൻ കിട്ടിയവരെ, അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ പറയാൻ കാരണമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങളെ കൊണ്ട് ഈമാൻ കിട്ടിയ, തങ്ങളെ കൊണ്ട് ഹിദായത്ത് കിട്ടിയ, വിശ്വാസം കിട്ടിയ ജനങ്ങളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. കേവലം സ്വലാത്ത് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നും കൂടി പറയണം, സലാമും പറയണം. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്തിൽ നിന്നുണ്ട്. ഫിഖ്ഹിന്റെ ധാരാളം കിതാബുകൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഫിഖ്ഹിന്റെ ഫത്തുൽ മുഈൻ തൊട്ട് എല്ലാ കിതാബിലും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വലാത്ത് മാത്രം പറഞ്ഞാൽ പോരാ. ഇബ്രാഹിമിയ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇങ്ങനെ തുടങ്ങി. ഇബ്രാഹിമിയ സ്വലാത്തിൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് അവിടെ സലാം ഇല്ല എന്ന് പറയുന്നവർക്ക് ഫത്തുൽ മുഈൻ തൊട്ടുള്ള ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര കിതാബുകളിൽ കമാ ബാറക്ത വസല്ലംത കൂടി അവിടെ ആഡ് ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി സംശയം ഉണ്ടാകും, നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, അവിടെ സലാം പറയാൻ പറയുന്നില്ലല്ലോ, അവിടെ ഓൾറെഡി സലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞതിന് ശേഷമാണ് സലാം പറയുന്നത്, സ്വലാത്ത് പറയുന്നത്. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ അവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാനില്ലാത്തത് കൊണ്ട് തക്ബീർ, ഒന്നാമത്തെ തക്ബീറിന് ശേഷം രണ്ടാമത്തെ തക്ബീറിൽ ഇതും കൂടി സലാമും കൂടി ആഡ് ചെയ്യണം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുമ്പോൾ സലാമും പറയണം. അവിടത്തേക്ക് സലാം പറയാനും സ്വലാത്തു ചൊല്ലാനും എത്ര സ്ഥലത്താണ് അല്ലാഹു ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അതേ അല്ലാഹു പറയുന്നില്ലേ, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. ഖുർആനിൽ പറയുകയാണ്, ഖുർആൻ അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഖുർആനിൽ അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് ആ പ്രഖ്യാപനം? നബിയേ, നല്ല ആളുകൾ, നല്ലവർ സ്വർഗാവകാശി, സ്വർഗാവകാശികളായ ആളുകളാണെങ്കിൽ സ്വർഗാവകാശികളിൽ നിന്ന് എപ്പോഴും തങ്ങൾക്ക് സലാം ഉണ്ടായിരിക്കും. എപ്പോഴും തങ്ങൾക്ക് സലാം ഉണ്ടായിരിക്കും. സ്വലാത്ത് സലാമിന്റെ അർത്ഥം എന്താ? സ്വലാത്തിന്റെ അർത്ഥം തങ്ങൾക്ക് ആവശ്യമുള്ളത്, തങ്ങൾക്ക് ഉയരാനും തങ്ങളുടെ പവറിന് ആവശ്യമുള്ളത് എല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അള്ളാഹു കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് എടുക്കണം. ഇതൊക്കെ ചെയ്തിട്ട് അള്ളാഹു ഞാൻ ഹജ്ജ് ചെയ്തു, നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലുമ്പോ ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളും തങ്ങളെ കൊണ്ട് ഈമാന് കിട്ടിയ വിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞവിടെ സ്വലാത്തിന്റെ മാന, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ എല്ലാം കൊടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നീ ഹജ്ജ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ നീ നോമ്പെടുക്കണം നമ്മൾ പറയുന്നില്ല. പക്ഷേ അള്ളാഹു സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോ നമ്മളും പറയുന്നു, റബ്ബേ നമുക്കത് കഴിയില്ല, നീ പറയണം, നീ ചൊല്ലണം സ്വലാത്ത്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണം ഹബീബായ സല്ലല്ലാഹു അലൈഹി. കാരണം ആ സ്വലാത്തിന്റെ അർത്ഥം എന്താ? തങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ, ഞാൻ എൻ്റെ വക പറയുന്നതല്ല, മുഫസ്സിറുകൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കിതാബിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമായ എല്ലാം കൊടുക്കുക. ഞങ്ങൾ അശക്തരാണ്, അതിലേക്ക് ഞങ്ങൾ സമ്മതിക്കുകയാണ്. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് കഴിയില്ല നബിയെ, തങ്ങളെ പുകഴ്ത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. തങ്ങളെ പുകഴ്ത്താൻ ഉള്ള ആള് അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് റബ്ബേ നീ തങ്ങളെ പുകഴ്ത്തണം, നീ തങ്ങളെ വാനോളം പുകഴ്ത്തണം. ഞങ്ങൾ പുകഴ്ത്തിയിട്ടുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വാനോളം പുകഴ്ത്തണം എന്നല്ല, ഉലകത്തിനേക്കാൾ അപ്പുറം റബ്ബെ നാം പുകഴ്ത്തിയിട്ടുണ്ട്. റബ്ബെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നബിയെ തങ്ങൾക്ക് ഈ സമയത്തെക്കാൾ പിന്നെയുള്ള സമയമാണ് തങ്ങൾക്ക് പവറുള്ള സമയം. നമ്മൾ സാധാരണ വെക്കുന്ന അർത്ഥം പോലെ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലത് ആഖിറമാണ്. എന്നാൽ മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾക്ക് ഞങ്ങൾ ആനൻ ഫാനൻ, ആ സമയത്ത് ഇന്ന് ഉള്ളതുപോലെയുള്ള തങ്ങൾ നാളെ തങ്ങളെ അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കും, തങ്ങൾക്ക് അല്ലാഹു ദറജകൾ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയാണ്, സ്വലാത്ത് ധാരാളമായി ജീവിതത്തിൽ പതിവാക്കണം. ഖുർആനിൽ എത്ര സ്ഥലത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയതിന്റെ വലിയ വലിയ പവറുകൾ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചു. ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ പഠിപ്പിക്കുന്നതായി കാണാം. ചെറിയ സംഭവമല്ല, ദുനിയാവിന്റെ ആവശ്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, നബിയെ ഞാൻ 100 ദിർഹം കടക്കാരനാണ്, ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയാൽ തീരാത്ത പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നബിയെ
എന്റെ കടമൊന്ന് തീർന്നു കിട്ടണം എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുന്നു, ഓ മോനെ, നീ പോയി മന്ത്രി ഈസാന്റെ അടുത്തേക്ക് പോകണം, പോയിട്ട് പറയണം തങ്ങൾ അയച്ചതാണെന്ന് പറയണം. അങ്ങനെ തങ്ങൾ പറയുന്നു. ഇവനിക്ക് നേരം പുലർന്നപ്പോ നേരെ പായുന്നു മന്ത്രിന്റെ അടുത്തേക്ക്. ഇത് തഫ്സീർ റൂഹുൽ ബയാനുള്ള സംഭവമാണ്, ഞാൻ പറയുക വെറുതെ പറയുകയല്ല, മഹാന്മാർ ഇത് എഴുതി വച്ചിട്ടുണ്ട്. അതേ, ഞാൻ സ്വലാത്ത് 4000 സ്വലാത്ത് ചൊല്ലി തങ്ങളടുത്തേക്ക് വന്നവനാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോ തങ്ങൾ ഇക്കാര്യം പറഞ്ഞപ്പോ അവിടത്തേക്ക് പോകുന്നു. അങ്ങനെ മന്ത്രിന്റെ അടുത്തേക്ക് പോയി പറയുന്നു, തങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ അവിടെ നിന്ന് തങ്ങളെ സർവന്റിനെ വിളിച്ചു പറയുന്നു, കീസ കൊണ്ടുവരാൻ പറയുന്നു, പോക്കറ്റ് കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ വന്നിട്ട് 300 കൊടുക്കുന്നു, 300 വെക്കുന്നു. ഒന്ന് തങ്ങൾ ഇങ്ങനെ പറഞ്ഞൊരു ബിശാറത്ത് അറിയിച്ചു എന്ന എന്നോട് കടം വീടാൻ തങ്ങൾ പറഞ്ഞു എന്നുള്ള സന്തോഷം. പിന്നൊന്ന് തങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതിന്, പിന്നെ നീ ഇങ്ങനെ വന്നതിന്, നീ സ്വലാത്ത് ചൊല്ലിയതിന് ഇങ്ങനെ പറഞ്ഞു 300 കൊടുത്തു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊരു ചരിത്രമല്ല, എത്ര ചരിത്രമാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ഏറ്റവും കടപ്പെട്ടവരാണ്. അല്ലാഹുവിന് സ്വലാത്ത് ചൊല്ലാൻ കടപ്പാടില്ല, അല്ലാഹുവിന് സ്വലാത്ത് ചൊല്ലാൻ കടപ്പാടില്ലല്ലോ. പിന്നെ എന്തിനാണ് റബ്ബ് അങ്ങനെ പറഞ്ഞത്? ഇന്നല്ലാഹു വ മലായികതുഹു, ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന് കടപ്പാടേ ഇല്ല. എന്നാൽ മലക്കുകൾക്ക് ചെറിയ കടപ്പാടുണ്ട്, നമ്മുടെ അത്ര കടപ്പാടില്ല. നമ്മൾ പൂർണ്ണരായും തങ്ങളോട് കടപ്പാടുള്ളവരാണ്. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അതല്ലേ തങ്ങളോടൊരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ജീവിതത്തിൽ ഫർളായ കാര്യങ്ങൾ ഒഴിച്ചിട്ട് ഞാൻ സുന്നത്തിന്റെ സമയം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയേ. നീ ജാസ്തിയാക്കുകയാണെങ്കിൽ അത് നിനക്ക് തന്നെ നല്ലതാ. പിന്നെ പറഞ്ഞു, നബിയേ, അതിൽ നിന്ന് 2 പകുതിയാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അവസാനം എല്ലാം എന്റെ ജീവിതത്തിന്റെ മുഖ്യമായ കാര്യം വഹിച്ച് ബാക്കിയെല്ലാം സ്വലാത്തിന് സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, ഇതൻ നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടും. നിന്റെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് സ്വലാത്ത് പരിഹാരമാണ്. സ്വലാത്ത് പരിഹാരമാണ്. എന്തുകൊണ്ടാണ് കിതാബ് എഴുതിയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാമൻ ഫതുൽ മുഈൻ എന്ന കിതാബ് എഴുതി. ആ കിതാബിന്റെ ബൈത്ത് കാണാം, അതിന്റെ പവർ എത്രയാണ്, ചെറുതല്ല. കർമ്മശാസ്ത്രത്തിൽ മുഖ്തസറായ ഏറ്റവും നല്ല കിതാബാണത്, ഏറ്റവും നല്ല മശ്ഹൂറായ മുഖ്തസറാണത്. ഫതുൽ മുഈൻ കിതാബു ശഅനുഹു അജബുൻ ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വീഹി കുതുബുൻ എന്ന് പാടുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഫതുൽ മുഈൻ കിതാബു ശഅനുഹു അജബുൻ. ഫതുൽ മുഈൻ എന്ന കിതാബ് വല്ലാത്ത പവറുള്ള കിതാബാണ്. അത്ഭുതകരമായി രചിച്ച എല്ലാ ഫിഖ്ഹിന്റെ മസലകളുമുള്ള വലിയ പവറാണ് കിതാബ് കേട്ടോ. ഇത് വലിയ അത്ഭുതമായ കിതാബാണ് കേട്ടോ. പറഞ്ഞു നിർത്തിയില്ല. ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വീഹി കുതുബുൻ. ഇതിൽ വലിയ കർമ്മശാസ്ത്രത്തിന്റെ ബാക്കി കിതാബുകളിൽ എല്ലാ കിതാബുകളും ഇല്ലാത്ത നല്ല നല്ല വലിയ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര മസലകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഞാനിത് പവർ പറഞ്ഞാലും ഇത് കിതാബിന്റെ പവർ പറഞ്ഞതാണ്, എന്റെ പവർ പറഞ്ഞതല്ല. അത് നിങ്ങൾ നടിക്കേണ്ടതില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇതൊന്ന് കബൂലായി കിട്ടാൻ വേണ്ടി. പിന്നത്തെ ബൈത്തിലൊക്കെ പാടി അവസാനം മഹാനവറുകൾ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ഞാനൊരു വലിയ ആളായി എന്ന് തോന്നിയാൽ അത് റിയാഹ് വന്നു പോയാൽ എന്റെ അമലെല്ലാം ബാത്തിലാകും. പിന്നെ പറഞ്ഞു, ഞാനിത് പറഞ്ഞത് അഫൂ സ്വലാത്തൻ വസലാമൻ അഫൂസു ബിഹിമാ. മഹാനവറുകൾ പാടി എഴുതി, പിന്നത്തെ ബൈത്തിൽ ആഡ് ചെയ്തു കൊടുത്തു, സ്വലാത്തൻ വസലാമൻ, ഞാൻ സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട്, അഫൂസ് ബിഹിമാ, അത് എന്നെ രക്ഷപ്പെടുത്തും. അതിലേക്ക് ആരുടെയും റെക്കമെൻഡ് ആവശ്യമില്ല, ആരുടെയും ഒരാളുടെയും റെക്കമെൻഡ് ആവശ്യമില്ലാതെ എന്നെ സ്വർഗത്തിലേക്ക് കടത്താൻ, എന്റെ കിതാബിനെ രക്ഷപ്പെടുത്താൻ ആ വലിയ സ്വലാത്തും സലാമും മതി.
അതാണ് ഖുർആൻ താക്കീത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ താക്കീത് ചെയ്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ ഇസ്കിന്റെ ലോകത്തെ മഹാന്മാര് പാടിയില്ലേ, അവർ പറഞ്ഞില്ലേ, സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് അവർക്ക് ഒരുപാട് അത്ഭുത കഥകൾ പറയാനുണ്ട്, അത്ഭുത കഥകൾ അവർക്ക് പറഞ്ഞു തരാനുണ്ട്. കിതാബിൽ എടുത്തു നോക്കിയാൽ സ്വലാത്തിന്റെ വലിയ വലിയ മഹത്വങ്ങൾ. അതേ, ഒരു മകൾ മരിച്ച ഉമ്മ വികൃതമായ കോലം കണ്ടപ്പോ സ്വലാത്ത് ചൊല്ലിയപ്പോ പിറ്റേ ദിവസം സന്തോഷമായി പന്നിയുടെ മുഖമായ കോലം പിന്നെ നല്ല മുഖമായ ചരിത്രങ്ങൾ കിതാബിൽ നമ്മൾ വായിച്ചവരാ. അതുകൊണ്ട് സ്വലാത്തും സലാമും തങ്ങൾക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്. ഗസാലി ഇമാം പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ, ഫിഖ്ഹിന്റെ കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കാൻ വലിയ സുന്നത്താണ്, തങ്ങളെ ഖൽബിൽ കൊണ്ടുവരാൻ വലിയ സുന്നത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞാൽ കേവലം അവന്റെ 5 വഖ്ത് നിസ്കാരമുണ്ട്, അതിൽ തന്നെ എത്ര സ്വലാത്താണ്, അതിൽ തന്നെ ധാരാളം സ്വലാത്തുകളുണ്ട് പറയാൻ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയാണ്, ധാരാളം ആയത്തുകളിലൂടെ ഒരു മനുഷ്യൻ ദിനനിത്യം തന്നെ ചൊല്ലൽ നിർബന്ധമായ സ്വലാത്തുകൾ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ അല്ലാഹുവിനോട് മാത്രം സംഭാഷണ ചെയ്യുന്നവനാണല്ലോ നാം നിസ്കാരത്തിൽ, വേറെ ഒരാളോടും മുഖാത്തബത്തില്ല. എന്നാൽ അതിനെ നേരിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നാം നിസ്കാരത്തിൽ വിളിക്കുന്നത് തങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് അത്ര പവർ റബ്ബ് കൊടുത്ത ഒരാൾ ദുനിയാവിലുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹൽക്കിന്റെ കൂട്ടത്തിൽ അഷ്റഫായ ഏറ്റവും ആദമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നേതാവിനെ ഓർക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തങ്ങൾ ചെറുതല്ല, തങ്ങളുടെ മഹത്വം വലുതാണ്. ഖുർആനിൽ ഒരു ആയത്തില്ലേ, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ഖുർആനിൽ ഒരു ആയത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ 3 വ്യാഖ്യാനം ധാരാളം അർത്ഥങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അതിൽ ശ്രദ്ധേയമായ 3 വ്യാഖ്യാനമാണ്. ലാ തജ്അലൂ ദുആ അർ-റസൂൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കുമ്പോൾ, നിങ്ങളിടയിലുള്ള ആളുകൾ വിളിക്കുമ്പോൾ, നിങ്ങളിടയിൽ ചില ആളുകളെ മുഹമ്മദ് എന്ന പേരുണ്ടാകുമ്പോൾ യാ മുഹമ്മദു എന്ന് വിളിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്. കാരണം അല്ലാഹു തന്നെ ഖുർആനിൽ യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇങ്ങനെ തുടങ്ങി ധാരാളം വ്യാഖ്യാനങ്ങളാണ്, ഇങ്ങനെ തുടങ്ങി ധാരാളം തഅദീമിന്റെ ബഹുമാന പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തങ്ങളെ വിളിക്കുമ്പോ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്നുകൂടെ വിളിക്കണമെന്ന് മഹാന്മാർ അതിലേക്ക് ഒരർത്ഥം നൽകിയിട്ടുണ്ട്. മറ്റൊരർത്ഥം ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പ്രവാചകരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ വിളിയെ നിങ്ങൾ വിളിച്ചാൽ അത് വേറൊരാളോട് നിങ്ങൾ വിളിക്കുന്നത് പോലെ ആക്കരുത്. എന്തേ? കാരണം തങ്ങൾ നൈസാബൂരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, തങ്ങൾ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ടില്ല, തങ്ങൾ ഒരിക്കലും ബാങ്ക് വിളിച്ചിട്ടില്ല. എന്തേ കാരണം? മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നൈസാബൂരി ഇമാം പറഞ്ഞു, അങ്ങനെങ്ങാലും തങ്ങൾ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും തിരക്കിൽപ്പെട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ കാഫിറാകുമായിരുന്നു എന്ന് ഇമാം നൈസാബൂരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പള്ളിന്റെ തിട്ടയിലിരിക്കുമ്പോൾ തങ്ങൾ തഹജ്ജുദിലേക്ക് വന്നു. നിസ്കരിച്ചിട്ട് സുബഹിന്റെ ബാങ്കിന്റെ സമയമാകുമ്പോൾ അലിയോട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അയാളെ വിളിന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാളൊന്ന് വിളിച്ചു. അപ്പോ അയാളെ വിളിച്ച് അലി റളിയല്ലാഹു അൻഹു നിസ്കരിപ്പിച്ചു. പിന്നെ ചോദിച്ചു, പിന്നെ സംശയം. ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണല്ലോ ഒരാളെ വിളിച്ച് നിസ്കരിപ്പിക്കുക എന്നുള്ളത്. അത് എല്ലാ നല്ല കാര്യങ്ങളും തങ്ങളല്ലേ ആദ്യം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളവരോട് പറയൽ. പക്ഷെ ഈ കാര്യം എന്താണെന്ന് വല്ലാത്ത സംശയമായപ്പോ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂൽ, അലി റളിയല്ലാഹു അൻഹുവിനോട്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലിയേ നീ വിളിച്ചാൽ പ്രശ്നമില്ല, ഉറക്കിൽ നിന്ന് അയാൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ചിലപ്പോൾ നിനക്ക് ഉത്തരം തന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ഉത്തരം തന്നില്ലെങ്കിൽ അവന്റെ ഈമാനിന് തകരാറ് വരും. രണ്ടാമത്തെ അർത്ഥതാണ്. ഞാൻ നിർത്തുകയാണ്. ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം വരും. മൂന്നാമത്തെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മൂന്നാമത്തെ വായന മഹാന്മാര് വിശദീകരിക്കുന്നു. ലാ തജ്അലൂ ദുആ അർ-റസൂലി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കിടയിൽ തങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉറപ്പാണ്. അത് നിങ്ങൾക്കിടയിലുള്ള ദുആ പോലെ ആക്കരുത് എന്നാണ് മൂന്നാമത്തതിന്റെ മാന. എന്തേ കാരണം? തങ്ങൾ ദുആ കിട്ടിയാൽ, തങ്ങളൊന്ന് ദുആ ചെയ്ത് കിട്ടിയാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, ആ അടിമ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേ ദുആന് ഉത്തരം കിട്ടാത്തത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മ അമുസ്ലിമത്തായിരുന്ന സമയത്ത് ഞാൻ ഉമ്മയോട് ഒരുപാട് വട്ടം പറഞ്ഞു, ഉമ്മ മുസ്ലിമാകണം ഉമ്മ, ഈ ഇസ്ലാം മതം സ്വീകരിക്കണം ഉമ്മ എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് വട്ടം പറഞ്ഞപ്പോ ഉമ്മ സ്വീകരിച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞു, ഓ മോനെ, നിന്നോടുള്ള എനിക്ക് നല്ല സ്നേഹം, അതിനെ നീ കവർന്നെടുക്കരുത്, മുഹമ്മദിന്റെ പേരും പറഞ്ഞിട്ട് അത്രയും ദേശമായിരുന്നു ആ ഉമ്മാക്ക്. അങ്ങനെ അബൂ ഹുറൈറ തീരുമാനിച്ചു, ഞാൻ ഈ വിഷയം ഞാൻ തങ്ങളോട് പറഞ്ഞാൽ ദുആഇന്റെ പിന്നെ തട്ടലില്ലല്ലോ, ഉറപ്പാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കാരണം തങ്ങളെ കൂടെ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുമ്പന്തിയിലാണ്, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ ധാരാളമായി സ്വലാത്ത് ചെല്ലണം. അതാണ് ഒരു മുഅ്മിൻ. ഓട്ടോമാറ്റിക്കായി നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്ത് വരണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചെല്ലിയ പിന്നെ നമുക്ക് എങ്ങനെയാ രോഗം വരൂല. അതാണല്ലോ മഹാന്മാർ എഴുതി വെച്ചത് കിതാബുകളിൽ. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് തന്റെ ഉമ്മയോട്, തന്റെ ഹബീബായ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേമവാചനമായ തങ്ങളോട് പറയുന്നു, നബിയേ എനിക്കൊന്ന് ദുആ ചെയ്തു തരണം നബിയേ. എന്താ ദുആ ചെയ്യേണ്ടത്? അബൂ ഹുറൈറ പതിവില്ലാതൊന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ദുആ ചെയ്യേണ്ടത്? അതുകൊണ്ട് തങ്ങളോട് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ തങ്ങൾ ചെയ്ത ദുആ ഇതുവരെ തട്ടിയിട്ടില്ല. എന്റെ ഉമ്മ മുസ്ലിമാകണം, എന്റെ ഉമ്മ ഇസ്ലാം മതം സ്വീകരിക്കണം. ഞാനങ്ങ് നല്ല സ്വർഗത്തിൽ വിലസിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെ നരകത്തിലിടുന്നത് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്താ ദുആ ചെയ്യേണ്ടത്? എങ്ങനെ ദുആ ചെയ്യണം? തങ്ങൾ പറഞ്ഞല്ലോ, രണ്ടാലൊരു ഉമറിനെ നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ തങ്ങൾ അങ്ങനെയാ ദുആ ചെയ്യല്. അപ്പോ അബൂ ഹുറൈറ സ്നേഹത്തോട് പറഞ്ഞു, നബിയെ ഞാൻ പറഞ്ഞതുപോലെ ദുആ ചെയ്യണം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദുആ ചെയ്യണം. എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാനെ നീ മുസ്ലിമാക്കണം, ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നബിയെ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ പിന്നെ തങ്ങളെ ദുആക്ക് തട്ടലില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ ചിരിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ എന്ന് ദുആ ചെയ്തപ്പോ നേരെ പാഞ്ഞു പോയി. അബൂ ഹുറൈറ കുറപ്പുണ്ട്. തങ്ങൾ ദുആ ചെയ്താൽ അത് തള്ളൂല. തങ്ങൾ ദുആ ചെയ്തത് തട്ടിയ ചരിത്രമില്ല. പോയിട്ട് ഉമ്മാന്റെ ഡോറിനിങ്ങനെ തുറക്കുകയാണ്, തട്ടുകയാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ഡോറിനിങ്ങനെ തട്ടി. അഭിവന്യരായ ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിൽ കടന്നു വരുന്നുണ്ട്. അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.